യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഈ വ്യാഴാഴ്ച ദിവസം വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ദൈവം നൽകിയ എല്ലാ സമയത്തിനും അവസരത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നൽകുവാൻ ആഗ്രഹിക്കുവാണ്. നാം ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും സ്വീകരിക്കാനും തയ്യാറായാൽ ആ വചനത്തിൻ്റെ അനുഗ്രഹം ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാകാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന, ആ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഇന്നത്തെ ദിവസം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കതൊരു അനുഭവമായി മാറട്ടെ, ഒരു വലിയ ദൈവാനുഗ്രഹമായി മാറട്ടെ. പല പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരുണ്ട്. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് മടുക്കും, മനസ്സ് നീറിപ്പോകയും. ചില സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റുന്നതല്ല. ചിലർ ജീവിതത്തിൽ ഒറ്റയ്ക്ക് സഹിക്കുന്നവരാണ്. ചിലരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളെ കാണാൻ കഴിയും. ഇന്ന് നാം കേൾക്കുന്ന വചനം ഒരു വലിയ വിടുതലിന് കാരണമാവും. ഒത്തിരി പ്രതീക്ഷയോടെ ഈ വചനത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇതാണ് യാക്കോബിൻ്റെ കുടുംബ ചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരോട് കൂടെ ആടുമേയ്ക്കുകയായിരുന്നു. 17 വയസ്സ്. ഈ 17 വയസ്സ് വരെ ജോസഫിൻ്റെ ജീവിതത്തിലെ നല്ല സമയമായിരുന്നു. പിതാവിൻ്റെ സ്നേഹം, വീട്ടുകാരുടെ സ്നേഹം എല്ലാം അനുഭവിച്ച് നല്ല സന്തോഷമുള്ള കാലമായിരുന്നു 17 വർഷം. ഈ 17 വയസ്സ് മുതൽ ലോകത്താരും അനുഭവിക്കാത്ത വിധത്തിൽ പലതരം സഹനങ്ങളും വേദനകളും അനുഭവിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി. 17 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത്. വസ്ത്രം വലിച്ചൂരിയെടുത്ത് ആടിൻ്റെ ചോരയിൽ മുക്കി പുലി പിടിച്ചു കൊന്നു എന്ന് പറയാൻ ഒരു നുണക്കഥയുണ്ടാക്കി മുന്നോട്ട് പോയത്. അടിമ വേലക്കാർക്ക് വിറ്റത്, ഒറ്റപ്പെട്ടു പോയത്, അവിടെയും ജയിലിൽ കിടക്കേണ്ടി വന്നത്, എല്ലായിടത്തും പ്രശ്നങ്ങൾ. എത്ര വർഷം? ബൈബിളൊരു വാക്യമുണ്ട്, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 46-ാമത്തെ വാക്യം. 41-ാം അധ്യായം 46-ാമത്തെ വാക്യം. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. അപ്പോൾ 17 വയസ്സ് ഉള്ളപ്പോൾ തുടങ്ങിയ പ്രതിസന്ധികൾ ഏകദേശം 30 വയസ്സ് വരെ ഉണ്ടായിരുന്നു. 18, 19, 20 ഏകദേശം 10-13 വർഷക്കാലം ഭയങ്കരമായ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. 10-13 വർഷം, ഒന്നുകിൽ 12 വർഷമല്ലേ 13 വർഷത്തോളം. ചുരുങ്ങിയ കാലാവധി അല്ല. ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടു. പക്ഷെ ജോസഫിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രശ്നങ്ങൾ ജോസഫിൻ്റെ ജീവിതത്തെ തകർത്തില്ല. ഈ പ്രതിസന്ധികൾ ജോസഫിൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കിയില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ബുദ്ധി പറയും, എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ ഭാവി പോയി, എൻ്റെ സ്വപ്നങ്ങൾ പോയി, എൻ്റെ ജീവിതം ഒന്നും അല്ലാതായി, നഷ്ടപ്പെട്ടു പോയി എൻ്റെ ഭാവി ജീവിതമെല്ലാം. പക്ഷെ ജോസഫ് ഈ പ്രശ്നങ്ങളെ നേരിട്ടത് ദൈവത്തിൽ ആശ്രയിച്ചാണ്, ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് ഈ ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തിന്മയാണ് ചെയ്തത്, ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. നിങ്ങളെനിക്ക് തിന്മയാണ് ചെയ്തത്, നിങ്ങളെന്നെ പൊട്ടക്കിണറ്റിലോട്ടാണ് തള്ളിയിട്ടത്, നിങ്ങളെന്നെ ഉപദ്രവിക്കുക ചെയ്തത്, നിങ്ങളെന്നെ നാണം കെടുത്തുക ചെയ്തത്, നിങ്ങളെന്നെ തകർക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ
സ്വർഗത്തിലെ നല്ലവനായ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. ഇതിന്നും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. അത് ലക്ഷ്യത്തിലെത്താൻ, ഉയരങ്ങളിലെത്താൻ അത് ചവിട്ടുപടികളായി മാറും. അത് നിന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരുമാകട്ടെ, ഒരു പുരോഹിതനോ ഒരു സിസ്റ്ററോ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളോ യുവാവോ യുവതിയോ ഏതു ജീവിത സാഹചര്യത്തിലുള്ളവരാകട്ടെ, നിങ്ങൾക്കുമുണ്ടാകും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സഹനങ്ങളുടെ കഥ പറയാൻ, കണ്ണുനീരിൻ്റെ കഥകൾ പറയാൻ, ഒറ്റപ്പെട്ടതിൻ്റെ, തകർന്നു പോയതിൻ്റെ, കളിയാക്കിയതിൻ്റെ, താഴ്ത്തിക്കെട്ടിയതിൻ്റെ, തഴഞ്ഞതിൻ്റെ പല കാരണങ്ങൾ. ദൈവത്തിൽ ആശ്രയിക്ക്, ദൈവവചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്ക്. കുറച്ചു വർഷങ്ങൾ പരീക്ഷണഘട്ടം പോലെ ആയിരുന്നെങ്കിലും ജോസഫിൻ്റെ ജീവിതം ഇരുളു വീണ ജീവിതമായിരുന്നില്ല. അത് വലിയ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായ ഒരു സ്ഥാനത്താണ് എത്തിയത്. എല്ലാവർക്കും അത്ഭുതം തോന്നത്തക്ക വിധം ഒരു കസേരയിലാണ്, ഒരു ചെയറിലാണ്, ഒരു ഭരണാധികാരിയുടെ ചെയറിലായിരുന്നത്. നിങ്ങളും പ്രശ്നങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ശക്തിയിലും കഴിവിലുമൊക്കെ ആശ്രയിക്കുന്നതെങ്കിൽ അത് പല തടസ്സങ്ങൾക്ക് കാരണമാവും. നമുക്ക് എത്തേണ്ടിടത്ത് എത്താൻ പറ്റത്തില്ല. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ക്ഷീണിപ്പിക്കും. നമുക്ക് ഡിപ്രഷനും നിരാശയൊക്കെ വരും. തകർന്ന് തരിപ്പണമായല്ലോ എന്ന് തോന്നും. എന്നാൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒറ്റപ്പെടലുണ്ട്, തകർത്ത് തരിപ്പണമാക്കിയ കാര്യങ്ങൾ പറയാനുണ്ട്. കുടുംബക്കാർ ചെയ്തത്, നാട്ടുകാർ ചെയ്തത്, പ്രിയപ്പെട്ടവർ ചെയ്തത്, ഉപദ്രവിച്ചത്, താഴ്ത്തിക്കെട്ടിയത്, അവഗണിച്ചത്, പറഞ്ഞാൽ ഒരു ദിവസം ഇരുന്ന തീരാത്ത സങ്കടങ്ങളുണ്ട് പലർക്കും. എന്നാലും ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്, അത് നിൻ്റെ ഉയർച്ചയ്ക്കുള്ള പടികളായി മാറും. ഇത്രയും പ്രശ്നങ്ങളുണ്ടായല്ലോ, പക്ഷേ അത് തകർച്ചയ്ക്ക് കാരണമായില്ലല്ലോ. നോർമലായൊരു മനുഷ്യൻ ചിന്തിക്കുന്ന ഇങ്ങനെയല്ല. ഇത്രയും പ്രശ്നങ്ങൾ അയാളുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കും. ഇല്ല, ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്, ഇന്ന് അനുഭവിക്കുന്ന പ്രയാസവും ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളും ഒറ്റപ്പെടലും ഒക്കെ നിൻ്റെ ഉയർച്ചയ്ക്ക്, ലക്ഷ്യത്തിലെത്താൻ കാരണമാകുന്ന ചവിട്ടുപടികളായി മാറും. പ്രതീക്ഷയോടെ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങാൻ, ഈ പ്രതിസന്ധിയിൽ മുന്നോട്ട് നീങ്ങാൻ സ്വർഗത്തിലെ ദൈവം ഒരു ശക്തി തരട്ടെ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെടലും കൊണ്ട് മടുത്തു എന്ന് ചിന്തിച്ച് മനസ്സിനെ താഴ്ത്തി തകർത്തു കളയരുത്. നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. നിനക്കൊരു നല്ല സ്ഥാനത്തെത്താൻ പറ്റും. ഈ പ്രശ്നങ്ങൾ നിന്നെ തോൽപ്പിക്കില്ല. ഈ പ്രതിസന്ധികൾ നിന്നെ തോൽപ്പിക്കില്ല. 10-13 വർഷം ജോസഫ് ഒരുപാട് സഹിച്ചു. ആ സഹനങ്ങളോ പ്രശ്നങ്ങളോ ജോസഫിനെ തോൽപ്പിച്ചില്ല. ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കടബാധ്യത, സാമ്പത്തിക പ്രശ്നം, നഷ്ടങ്ങൾ, ചതിയിൽപ്പെട്ടത്, ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നത് ലക്ഷ്യത്തിലെത്താൻ, ഉയർച്ചയിലെത്താൻ കാരണമാകും. ഒന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. ഈ വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥിച്ചേ. ജോസഫ് 10-13 വർഷം സഹിച്ചെങ്കിൽ കർത്താവേ, ഞങ്ങളും അതിൽ കൂടുതൽ സഹിച്ചവരുണ്ട്, അതിൽ കൂടുതൽ സഹിച്ചവരുണ്ട്. സങ്കടങ്ങൾ എല്ലാവരോടും പറയാൻ പോലും പറ്റില്ലല്ലോ. സങ്കടങ്ങൾ നമ്മളെല്ലാവരോടും പറയില്ല. നമ്മുടെ സങ്കടങ്ങൾ പരമാവധി നമ്മൾ ഉള്ളിലൊതുക്കും. പുറമേ ചിരിക്കുമെങ്കിലും അകമേ വലിയ സങ്കടഭാരം ഉണ്ടാവും. പ്രാർത്ഥിക്ക്. അത് നിൻ്റെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കും. അത് നിൻ്റെ വിടുതലിന് ദൈവം കാരണമാക്കും. അത് നിന്നെ തോൽപ്പിക്കുകയില്ല. അത് നിന്നെ തകർത്തു കളയില്ല. അത് നിന്നെ നശിപ്പിച്ച് കളയില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞോട്ടെ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞോട്ടെ, പക്ഷേ ഈ പ്രയാസങ്ങൾ നാളെ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കി സാക്ഷ്യം പറയാൻ പറ്റും. ഈ പ്രതിസന്ധികൾ എനിക്ക് നന്മയ്ക്കായി മാറി, എൻ്റെ അനുഗ്രഹത്തിന് കാരണമായി. ഞാൻ ഇന്ന് ഈ നിലയിലെത്താൻ കാരണം ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളാണ്, ഈ പ്രതിസന്ധികളാണ്. അതെനിക്ക് ഉപകാരമായി. ബൈബിളൊരു വാക്കുണ്ട്,
പ്രതികൂലങ്ങൾ എനിക്ക് ഉപകാരമായി, സങ്കടങ്ങൾ എനിക്ക് ഉപകാരമായി എന്ന്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇന്ന് കയ്പുള്ളതാണേലും അത് നിനക്ക് ഉപകാരമാവും, നിൻ്റെ ഉയർച്ചയ്ക്കുള്ള ഉപകാരമായി മാറും. ദൈവം സഹായിക്കട്ടെ. ഇന്ന് വ്യാഴാഴ്ചയാണ്. ദൈവം നിങ്ങളെ ശക്തമായി സഹായിക്കുന്ന ദിവസമാകട്ടെ. ഈ ആലയത്തിൽ പ്രാർത്ഥന നടക്കുന്ന ദിവസമാണ്, കൗൺസിലിംഗ് ഉള്ള ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. സാധ്യമായവർ ഓർത്ത് അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയുടെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലുണ്ടാകട്ടെ. തകർച്ചകളും ഒറ്റപ്പെടലുകളും തള്ളിക്കളഞ്ഞ അവസ്ഥയും അവഗണിച്ചതും സകലരാലും തള്ളപ്പെട്ടു പോയതൊക്കെ നിൻ്റെ തകർച്ചയ്ക്കല്ല കാരണമാകാൻ പോകുന്നേ, അത് ഉയർച്ചയ്ക്ക്. ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും അല്ല പ്രശ്നങ്ങളെ നേരിടേണ്ടത്. അങ്ങനെ നേരിടുമ്പോൾ അത് പകയായും വൈരാഗ്യമായും വിദ്വേഷമായിട്ട് മാറും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഈ കൈപ്പേറിയ അനുഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് നിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകും. നീ ലക്ഷ്യത്തിലെത്താൻ അത് കാരണമാകും. മറ്റാർക്കും ലഭിക്കാത്ത ചില അനുഗ്രഹങ്ങൾ നിന്നെ തേടി നിനക്ക് വേണ്ടി ദൈവം കൊണ്ടുവരും. നിന്നെ അനുഗ്രഹത്തിലെത്തിക്കും. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹവും നല്ല ജോലിയും നല്ല ജീവിതവും നല്ല ബന്ധവും നൽകി അനുഗ്രഹിക്കണമേ. ദൈവം അനുഗ്രഹിച്ചോളും. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നാളെയും 5:30 കാണുന്നതുവരെ സർവശക്തനായ ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ. സാധ്യമായാൽ അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.